നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ക്രൂരപീഡനങ്ങൾക്കും കാൽവരിയിലെ കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയർപ്പു തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനമേകാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ സ്വയം ബലിയാവുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് ഈസ്റ്റർ. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം നവീകരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നു പോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. ഈസ്റ്റർ വിദ്വേഷത്തെ പുറത്താക്കുകയും ഐക്യത്തെ വളർത്തുകയും ചെയ്യുന്നു. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഈസ്റ്റർ സന്ദേശം ലോകമാകെ വ്യാപിപ്പിക്കാൻ വിശുദ്ധരുടെ സമർപ്പണം മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തും ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പ്രചരണം അവസാന ലാപ്പിൽ. ഗുരുവായൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നയിച്ച UDYF റോഡ് ഷോ ആവേശമായി. UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ യൂത്ത് വൈബ് പരിപാടിയുടെ ഭാഗമായാണ് കോൺഗ്രസ് നേതാവ് അസ്ഹറുദ്ദീൻ പ്രചാരണത്തിന് ചാവക്കാടെത്തിയത്. ഗുരുവായൂരിൽ നിന്ന് നടന്നുവന്ന പ്രവർത്തകർ ചാവക്കാട് ടൗണിൽ എത്തിയപ്പോൾ അസ്ഹറുദ്ദീൻ കൂടെ ചേരുകയായിരുന്നു. തന്നോട് കാണിക്കുന്ന സ്നേഹം 9-ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ CH റഷീദിനോട് കാണിക്കണമെന്ന് അസ്ഹറുദ്ദീൻ പറഞ്ഞു. LDFന് വിശ്രമം കൊടുക്കാം, അവർ വലിയ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. സ്ത്രീകൾ ഇക്കുറി UDFന് തന്നെ വോട്ട് ചെയ്യും. തെലങ്കാനയിലും സ്ത്രീകൾ കോൺഗ്രസിനൊപ്പം നിന്നു, അദ്ദേഹം പറഞ്ഞു. Government, because I think what you got in return for the last 5 years is nothing. Actually they are together with the BJP, but I think nothing has happened. No development has happened, not even India, but in Kerala also no development has happened. The only one thing they did was they only change the name. What will happen if you change the name? I mean, you have to give, look after the poor people. You have to provide sustenance, you have to provide good transport. I think all the ladies, who are sitting here, I think you did. കുന്നംകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ രണ്ടാം ഘട്ട പര്യടനത്തിന് തുടക്കമായി. കേരളം ജയിക്കും, UDF നയിക്കും എന്ന മുദ്രാവാക്യവുമായി കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി പൊന്നാംകുന്നുന്നതിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചാരണ പര്യടനം KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷമായിട്ടും പിണറായി സർക്കാരിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും തങ്ങളുടേതെന്ന് പറഞ്ഞുള്ള എട്ടുകാലി മമ്മൂഞ്ഞിന്റെ രീതിയാണ് ഇപ്പോൾ LDF കാണിക്കുന്നതെന്നും ദാസൻ പറഞ്ഞു. യോഗത്തിൽ UDF കടവല്ലൂർ മണ്ഡലം ചെയർമാൻ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, ഉസ്മാൻ കല്ലടയിൽ, കരീം പന്നിത്തടം, K വിശ്വംഭരൻ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, MM മഹേഷ്, K ജയശങ്കർ, നാസർ കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ 30ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് പര്യടനം നടത്തി വോട്ടഭ്യർത്ഥിക്കും. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ വിജയത്തിനായി INTUC ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ റോഡ് ഷോയും പൊതുയോഗവും സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോഡ് ഷോയിൽ 100 കണക്കിന് തൊഴിലാളികളും പ്രവർത്തകരും അണിനിരന്നു. പൊതുയോഗത്തിൽ ജില്ലാ ഭാരവാഹികളായ സുരേഷ് മമ്പറമ്പിൽ, KV ഗീവർ, DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചു. മണ്ഡലത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പൂർണ്ണ പിന്തുണ സ്ഥാനാർത്ഥിക്കുണ്ടെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് KSRTC സൂപ്പർഫാസ്റ്റ് ബസിന് തീപിടിച്ചു. ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തമൊഴിവായി. ഞായറാഴ്ച രാവിലെ 10:45ഓടെയായിരുന്നു അപകടം. അടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KL 15A 1726 നമ്പർ ബസ്സിനാണ് തീപിടിച്ചത്. യാത്രക്കിടെ ബസിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്തുനിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ഉടനെ തന്നെ വാഹനം നിർത്തി
യാത്രക്കാരെ പുറത്തിറക്കി. തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. അപകട സമയത്ത് 12 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻദുരന്തം ഒഴിവാവുകയും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. തീപിടുത്തത്തിൽ ബസിന്റെ മുൻഭാഗത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ കുറച്ചുനേരം ഗതാഗത തടസ്സമുണ്ടായി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ഷോർട്ട് സർക്യൂട്ടാണോ തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധിച്ചു വരികയാണ്. പൊന്നിയൂർകുളം അണ്ടത്തോട് നാക്കോലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം, 4 പേർക്ക് പരിക്കേറ്റു. എടക്കര മിനി സെന്റർ സ്വദേശികളായ 19 വയസ്സുള്ള ആനക്കോട്ടിൽ നിഹാദ്, 18 വയസ്സുള്ള പനിച്ചാംകുളങ്ങര ഫായിസ്, ചങ്ങരംകുളം സ്വദേശികളായ അപർണ, അശ്വിൻ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. തമ്പുരാൻപടി കണ്ടുബസാർ നാക്കോല സെന്ററിൽ വെച്ചായിരുന്നു ഞായറാഴ്ച കാലത്ത് 9 മണിയോടുകൂടി അപകടമുണ്ടായത്. ഒരേ ദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കുകളിലൊന്ന് AEO റോഡിലേക്ക് തിരിയുന്നതിനിടെ അമിത വേഗതയിൽ പിറകിലൂടെ എത്തിയ ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സാരമായി പരിക്കുപറ്റിയ നിഹാദിനെയും ഫായിസിനെയും പുന്നയൂർകുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും മറ്റു 2 പേരെ ഇതുവഴി വന്ന LDF പ്രചരണ വാഹനത്തിലെ ഡ്രൈവർ അബ്ദുവിന്റെ നേതൃത്വത്തിൽ പുന്നയൂർകുളം ശാന്തി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോടതി വിധി ഉണ്ടായിട്ടും സെമിത്തേരിയിലെ പ്രാർത്ഥന തടഞ്ഞ് നീതി നിഷേധിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു. അതേസമയം ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗത്തിന്റെ പ്രാർത്ഥനായജ്ഞം ഈസ്റ്റർ ദിനത്തിലും തുടരുകയാണ്. എറണാകുളം നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പു പെരുന്നാൾ സന്ദേശം നൽകവെയാണ് ബാവ ചാലിശ്ശേരിയിലെ വിഷയത്തിൽ പ്രതികരിച്ചത്. പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത പ്രവണതയാണെന്നും സർക്കാർ ഇറക്കിയ സെമിത്തേരി ബില്ലിന്റെ ലംഘനമാണെന്നും ഇത്തരം നീതിനിഷേധ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ബാവ ആവശ്യപ്പെട്ടു. വിശ്വാസികൾക്ക് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ദിവസങ്ങളിൽ മാതൃദേവാലയത്തിലെ കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ പെസഹ വ്യാഴം മുതൽ ആരംഭിച്ച പ്രാർത്ഥനായജ്ഞമാണ് 4ാം ദിനവും തുടരുന്നത്. ശനിയാഴ്ച രാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം നൂറുകണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിലെത്തി. ഇടവകാംഗം ജേക്കബ് ചാലിശ്ശേരി, കോർ എപ്പിസ്കോപ്പ, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ എന്നിവർ മരിച്ച വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി. എന്ത് ത്യാഗങ്ങൾ സഹിച്ചും പൂർവികർ കാണിച്ചു തന്ന പരിശുദ്ധ അന്ത്യോക്യ വിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുമെന്ന് വിശ്വാസികൾ പ്രതിജ്ഞ ചൊല്ലി. ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ, ഇടവക വികാരി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തൃശൂർ ഭദ്രാസന കൗൺസിൽ അംഗം CU രാജൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി ചാലിശ്ശേരി പോലീസും പട്ടാമ്പി ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രപ്രസിദ്ധമായ പുതുഞായർ തിരുനാളിന് തുടക്കം കുറിച്ച് ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ കൊടിയേറ്റം നടന്നു. ഈസ്റ്റർ പാതിര കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ചരിത്ര പഠന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർത്താറ്റിലെ മാർത്തോമ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. സംബന്ധിച്ച് ഏപ്രിൽ 6 മുതൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. ഏപ്രിൽ 11 രൂപക്കൂട് തുറക്കൽ, പ്രസുതേന്തി വാഴ്ച എന്നീ ശുശ്രൂഷകളും തുടർന്ന് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോ, ഏപ്രിൽ 12 തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഊട്ടും വൈകിട്ട് അമ്പവള സമാപനവും നടക്കും. ബാൻഡ് വാദ്യ മത്സരം, തേര് മത്സരം, ഫാൻസി വെടിക്കെട്ട് എന്നിവയും തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 13 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ഗാനമേള അരങ്ങേറും. തിരുനാൾ പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ തോമസ് ചുങ്കത്ത്, ചാർലി ചിരിയങ്കണ്ടത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, തിരുനാൾ കൺവീനർ ഷൈജു ആളൂർ, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ 61ാം ഓർമ്മ പെരുന്നാളിന് ഫാദർ ഗീവർഗീസ് ജോൺസൺ കൊടിയേറ്റി. ഏപ്രിൽ 12, 13 തീയതികളിലാണ് പെരുന്നാൾ. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിക്കും. 12 ഞായർ 5:30 വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ഭക്തിനിർഭരമായ ഘോഷയാത്ര വൈകിട്ട് പഴയ പള്ളിയിലെത്തും. തുടർന്ന് സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, അനുസ്മരണ സമ്മേളനം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയുണ്ടാകും. 13 തിങ്കൾ രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവയുണ്ടാകും.
പെരുന്നാളിന് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈക്കാരൻ KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ, കൺവീനർ ഷെബിൻ P ചെറുവത്തൂർ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. പാവറട്ടിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ചാവക്കാട് പുന്ന സ്വദേശി ബഷീറിന് ഗുരുതരമായി പരിക്കേറ്റു. പാവറട്ടി ഗുരുവായൂർ റോഡിൽ 3 സ്റ്റാർ സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച വൈകിട്ട് 7:30ഓടെയാണ് അപകടം നടന്നത്. അമിത വേഗതയിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബഷീറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ബഷീറിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അറിവും പാട്ടും കൈകോർത്ത് പുന്നയൂർക്കുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ നടത്തിയ മെഗാ ക്വിസ് ആൻഡ് മ്യൂസിക് ആവേശമായി. 2025-26 അധ്യയന വർഷത്തെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച രണ്ടാമത് രാമരാജ മെഗാ ക്വിസ് വിദ്യാലയത്തിന് പുത്തനുണർവായി. വിദ്യാർത്ഥികളിൽ പൊതുവിജ്ഞാനവും മത്സരബുദ്ധിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 18 ടീമുകളാണ് മാറ്റുരച്ചത്. പ്രാഥമിക റൗണ്ടുകൾക്ക് ശേഷം വാശിയേറിയ ഫൈനൽ പോരാട്ടം നടന്നു. ശാസ്ത്രം, കല, സാഹിത്യം, കായികം, സമകാലിക സംഭവങ്ങൾ എന്നീ മേഖലകളിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ക്വിസ് നടത്തിയത്. PTA പ്രസിഡന്റ് NG വിനികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അദ്നാൻ, അശോക്, നിരാമയി എന്നിവർ അവതരിപ്പിച്ച സംഗീത വിരുന്നും PM സൗമ്യ, VP ബേബി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്വിസ് ആൻഡ് മ്യൂസിക്കിൽ KR അനീഷ്, KA കബീർ എന്നിവർ മത്സരാർത്ഥികളോടൊപ്പം പങ്കെടുത്തു. PM സിജോ, TV സിജോ എന്നിവർ സാങ്കേതിക സഹായം നിർവഹിച്ചു. വിജയികൾക്കുള്ള ട്രോഫിയും LP വിഭാഗത്തിനുള്ള ക്യാഷ് അവാർഡും പ്രധാനാധ്യാപകൻ M രാജീവ് വിതരണം ചെയ്തു. UP വിഭാഗത്തിനുള്ള ക്യാഷ് അവാർഡ് വിതരണം CM ദിവ്യ നിർവഹിച്ചു. മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള മൊമെന്റോ വിതരണം PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P ഫാസിൽ, നാസിറ, അഞ്ജലി എന്നിവർ നിർവഹിച്ചു. ഈസ്റ്ററിനോടനുബന്ധിച്ച് വിവിധ പള്ളികളിൽ പുലർച്ചെ വരെ നീണ്ട പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉയർപ്പ് ഞായർ തിരുകർമ്മങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ ശനിയാഴ്ച രാത്രി 11:30 ഉയർപ്പിന്റെ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി. ഉത്തിതനായ ക്രിസ്തുവിന്റെ തിരുസ്വരൂപം വഹിച്ച് വിശ്വാസികൾ കത്തിച്ച മെഴുകുതിരിമേന്തി ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ചു. തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാന നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുതിയ ജീവന്റെ പ്രതീകമായി ഈസ്റ്റർ എഗ് വിതരണം നടന്നു. ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം പുതുനായർ തിരുനാൾ കൊടിയേറ്റം, ആർത്താറ്റിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി പ്രകാശനം എന്നിവയും നടന്നു. പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പള്ളി, ചാർലി ചിരിയങ്കണ്ടത്ത്, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾ വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ജോസഫ് ജോർജ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. പുലർച്ചെ 2 മണി മുതൽ നടന്ന നമസ്കാരത്തിനും ഉയർപ്പ് പ്രഖ്യാപനത്തിനും പ്രദക്ഷിണത്തിലും സ്ലീബ വന്ദനവ ശുശ്രൂഷയിലും അനേകം വിശ്വാസികൾ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഇടവക ട്രസ്റ്റി CI റെജി, ഇടവക സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം സെയിന്റ് ലാസേഴ്സ് പഴയ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരൻ കുര്യാക്കോസ് KC, സെക്രട്ടറി ഷെറിൻ പോൾ, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾ ഫൊറോന വികാരി ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ശുശ്രൂഷകളുടെ ഭാഗമായി ഉത്താനം ചെയ്ത ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും തുടർന്ന് സമാധാന ശുശ്രൂഷയും പൊതു ആശീർവാദ കർമ്മവും ഉണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും ശേഷം വീടുകളിൽ നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന അപ്പം മുറിച്ച് കഴിക്കുകയും നോമ്പ് വീടൽ കഴിഞ്ഞ് പരസ്പരം സ്നേഹം പങ്കുവച്ച് വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. സാൻതോം യൂത്ത് മിനിസ്ട്രിയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഉയർപ്പ് ദൃശ്യാവിഷ്കാരവും യൂത്ത് CLC അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ സുവനീർ മുഖചിത്ര പ്രകാശനവും യുവജന സംഗമത്തിൻ്റെ പോസ്റ്റർ പ്രകാശന കർമ്മവും വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. കൈക്കാരന്മാരായ ഷാജ് K സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാൻഡിയോ എലുവത്തിങ്കൽ, ബ്രദർ തോമസ് പാലാപുളിക്കൽ എന്നിവർ കാർമ്മികരായി. സഹവികാരി ഫാദർ സാൻഡിയോ എലുവത്തിങ്കൽ ഉയർപ്പിൻ്റെ സന്ദേശം പങ്കുവച്ചു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയർപ്പിൻ്റെ ജീവനുള്ള ദൃശ്യാവിഷ്കരണം ഉണ്ടായിരുന്നു. ഈസ്റ്റർ എഗ് വിതരണം നടന്നു.
ലക്കി ഡ്രോയിൽ സമ്മാനം നേടിയവർക്ക് വിവിധ കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ളവർ സമ്മാനങ്ങൾ നൽകി. കൈക്കാരന്മാരായ KA രാജു, MK ജോഷി, ജോയ് ആന്റണി, KA ബേബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എളവിളി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ദേവാലയത്തിന് മുൻവശത്ത് നിന്ന് പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു. തുടർന്ന് യേശുവിന്റെ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഓൾട്ടർ ബോയ്സിന്റെ നേതൃത്വത്തിൽ നടത്തി. ഉത്തിതനായ യേശുവിന്റെ രൂപവുമായി പള്ളി ചുറ്റി പ്രദക്ഷിണവുമായി വന്ന് വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ഈസ്റ്റർ സന്ദേശം നൽകി. തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റർ പാതിര കുർബാനയ്ക്ക് ശേഷം CLC കുട്ടികളുടെ നേതൃത്വത്തിൽ ഷാഡോ ഷോയും തുടർന്ന് പള്ളി അങ്കണത്തിൽ നോമ്പുവിടലും ഒരുക്കി. ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ സൈമൺ വടക്കൂട്ട്, വിൽസൺ കാനിരത്തിങ്കൽ, ആൽബിൻ ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിൽ ഞായറാഴ്ച പുലർച്ചെ 3:30 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് നടന്ന ഉയർപ്പ് ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുർബാനയ്ക്കും പള്ളിക്കു ചുറ്റും നടന്ന പ്രദക്ഷിണത്തിനും ശേഷം വികാരി ഈസ്റ്റർ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്ത ഉയർപ്പ് തിരുനാൾ ആഘോഷത്തിന് ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പർമാർ, മീഡിയ കൺവീനർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ 11:30 മുതൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് റവറന്റ് ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിയും ഉയർപ്പിന്റെ സന്ദേശവും ഉണ്ടായി. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നോമ്പുവീടൽ ഉണ്ടായിരുന്നു. സമരറ്റിൻ സിസ്റ്റേഴ്സും ഇടവക ട്രസ്റ്റിമാരായ ജോസ് ആളൂർ, കുര്യൻ MM, തോമസ് ചിറമേൽ, വിവിധ സംഘടനാ ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുറുക്കൻപാറ കോലാടിപ്പറമ്പിൽ കോരൻകുട്ടി മകൾ സരോജിനി നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ക്രിമിറ്റോറിയത്തിൽ നടത്തും. കിഴൂർ ആവേൻ രാഘവൻ ഭാര്യ കാർത്തിയായനി നിര്യാതയായി. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. വിജയ, സുജ, ഷാജിനി, സതീഷ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.